പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെയാണ് സംഘികൾക്ക് എന്ത് ഫുട്ബോള്, എന്ത് ബ്രസീല്. പച്ച കണ്ടം. അയ്യോ പാകിസ്ഥാനെ പാകിസ്ഥാനെ എന്നാണ് ശാഖയെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ പശുവിന്റെ ചാണകത്തെക്കുറിച്ചും ഗോമൂത്രത്തെക്കുറിച്ചും പശുവിനെക്കുറിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ലോകകപ്പ് ഫുട്ബോൾ എന്ന കായിക മാമാങ്കത്തിന്റെ ഉത്സവ ലഹരിയിലാണ് നാടും നഗരവും. അതിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ത്യക്കാരായിട്ടുള്ളവർ ഇപ്പോൾ അർജന്റീനക്കാരാണ്, പോർച്ചുഗലുകാരാണ്, ബ്രസീലുകാരാണ്, സ്പെയിനുകാരാണ്, ഫ്രാൻസുകാരാണ്, ഇറ്റലിക്കാരാണ്. അങ്ങനെ പല പല ഫാൻസുകാരായിട്ട് അവർ പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ആ ആഘോഷ ലഹരിക്കൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കൊല്ലത്തെ ഈ വാർത്ത പുറത്തു വരുന്നത്. സംഘികളെ മടല് വെട്ടി അടിക്കണോ വേണ്ടയോ എന്ന് ഈ നാട്ടിലുള്ള എല്ലാത്തരം മനുഷ്യരും ആ വാർത്ത കണ്ടിട്ട് പറയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ രസകരമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഇതാണ്. പ്രേക്ഷകർ ആ വാർത്ത കേൾക്കൂ, എന്നിട്ടൊന്ന് ചിരിക്കൂ. കൊല്ലം കടവൂരിൽ RSSന്റെ ഭീഷണിയെ തുടർന്ന് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചുവെന്ന് പരാതി. പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് പതാക അഴിപ്പിച്ചത്. പതാക കെട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും പതാക അഴിപ്പിച്ചു. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്നും ആരോപണമുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടോന്ന് കേൾക്കാം. വിഷ്വല് പതാക അഴിച്ചു മാറ്റുകയാണ്. ഇത് പാകിസ്ഥാൻ പതാകയാണെന്ന് RSSലെ ചിലർ കരുതി. എന്റെ പൊന്ന RSS സഹോദരങ്ങളെ, ഇത് ബ്രസീലിന്റെ പതാകയാണ്. ബ്രസീലിന്റെ പതാകയിൽ പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. പാകിസ്ഥാന്റെ പതാക നമ്മുടെ തെരുവിൽ ഇപ്പൊ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. പാകിസ്ഥാൻ ഈ പറയുന്ന ഫുട്ബോൾ കളിക്കുന്നില്ലല്ലോ. ഇത് ബ്രസീലിന്റെ പതാകയാണ് എന്നുള്ള സാമാന്യ ബോധം പോലും അല്ലെങ്കിൽ പിന്നെ എന്തിനാ. കേരളത്തിന്റെ ഒരു അവസ്ഥയാണ്. ഒരു മേനോൻ ഭരണം കൂടി വന്നതിന് ശേഷം കേരളത്തിൽ എന്തോ RSS സടകുടഞ്ഞെഴുന്നേറ്റ ഒരു അവസ്ഥയാണ്. പച്ച കണ്ടോ പാകിസ്ഥാനാണ്. അതിൽ മഞ്ഞയുള്ളതും ബാക്കിയുള്ളതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. ഫുട്ബോള്, ക്രിക്കറ്റ് തുടങ്ങിയ കായികങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശാഖയ്ക്കകത്ത് കുറുവടിയും പിടിച്ചുകൊണ്ട് പശുവിനെ മേയ്ക്കാൻ നടക്കണവന്മാർക്ക് അറിയാമോ? ഇതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടും ഇതൊന്നും ആസ്വദിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇവനൊക്കെ ഇപ്പോഴും പണ്ട് കലിയുഗത്തിൽ തന്നെയുള്ള ചിന്താഗതിയുമായി ഇപ്പോഴും ജീവിക്കുന്നത്. തല നിറച്ച് ചിന്ത കൊണ്ടുള്ള ചാണകമാണ്. ആ ചാണകങ്ങളെടുത്ത് ഇത് ബ്രസീലിന്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? RSSകാർക്ക് അസംതൃപ്തി ഉണ്ടായപ്പോ കേരളത്തിലെ പോലീസുകാർ കൂടി അത് അഴിപ്പിക്കാൻ നിന്നു എന്ന് പറയുമ്പോൾ മേനോൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം പോലീസുകാരൊക്കെ RSSകാരോടൊപ്പമാണോ പ്രവർത്തിക്കുന്നത് എന്നുകൂടി തോന്നിപ്പോവുകയാണ്. എന്തായാലും കേരളത്തിൽ ഫുട്ബോൾ ആവേശം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത ലോകത്തിലേക്ക് പോകുമ്പോൾ ഈ നാട്ടിലുള്ള മനുഷ്യർ ഇങ്ങനെയും കൂടി ഉള്ളവരാണെന്ന് അറിയുമ്പോൾ എന്തൊരു നാണക്കേടാണ്. കേരളം ലോകത്തിന്റെ മുന്നിൽ വ്യത്യസ്തമായ ഒരു മാതൃകയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അതിനെ തകർക്കാൻ വേണ്ടി ഈ പശുബുദ്ധികളായിട്ടുള്ള സംഘികൾ ഇമാതിരി ഊളത്തരം കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബ്രസീലിന്റെ ഫ്ലാഗുകൾ ഇങ്ങനെ അഴിച്ചിറക്കുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തേക്ക് ദൃശ്യമെത്താൻ സാധ്യതയുണ്ട്. ആ നാട്ടിലുള്ളവർ എന്ത് കരുതും? അവരുടെ ഫ്ലാഗിനെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഈ നാട് ചില കായിക മാമാങ്കങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആവേശത്തിലേക്ക് ഈ നാടിന്റെ യുവതയും ജനതയും മറ്റെല്ലാം മാറ്റിവെച്ച്, മതവർഗീയ ചിന്തകളെല്ലാം മാറ്റിവെച്ച് അവരുടെ ലഹരി ഫുട്ബോളായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അതിന്റെ ഇടയിൽ കൂടി പോയി പച്ച കണ്ട് പാകിസ്ഥാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് സംഘികൾ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു ദുരന്തങ്ങളാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല.